അസ്സലാമു അലൈക്കും. അച്ചസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിനും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാൻ കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മളെ ബനാന പാൻ കേക്ക് ഉണ്ടല്ലോ, അത് നമ്മൾ ഓൾറെഡി ചാനൽ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ നമ്മളെ സൂഫ്ലെ പാൻ കേക്കൊക്കെ നല്ല ഫ്ലഫി ആയിട്ടുള്ള ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ബനാന പാൻ കേക്ക് ഉണ്ടാക്കാം. സംഭവം ഈ ഒരു ഫിലിപ്പീനി പഴം ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, കേട് വന്ന് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാൻ നിന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 മുഴുവനായിട്ടും എടുക്കുന്നില്ലേ, ഒന്നിൻ്റെ പകുതിയാണ് എടുക്കുന്നത്, 1.5 പഴം. ആ ഒരു ബാക്കി ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടേ നല്ലോണം ഒരു ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഈ ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ലോണം അങ്ങ് ഉടച്ചെടുക്കുന്നുണ്ട്. ഈ കാണുന്ന കൺസിസ്റ്റൻസി ആയതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് ഒരു എഗ്ഗാണ്. റൂം ടെമ്പറേച്ചറിലുള്ള ഒരു എഗ്ഗ് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എഗ്ഗിൻ്റെ ആ ഒരു ടേസ്റ്റ് മുൻപിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് കൂടുതലൊന്നും വേണ്ട, ഒരു 2-3 ഡ്രോപ്പ് വാനില എസൻസ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം കൂടി ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. മൈദപ്പൊടിക്ക് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആട്ടപ്പൊടിയും എടുക്കാം. പിന്നെ മൈദപ്പൊടി ചേർക്കുന്ന സമയത്ത് കുറച്ചായിട്ട് ചേർത്തിട്ട് ആ ഒരു ബനാനയിലും എഗ്ഗിലും ഒരു വിസ്ക് വെച്ചിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. മുഴുവനായിട്ട് ഒന്നിച്ചിട്ട് ഇട്ട് കൊടുക്കരുത്, കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതൊന്നങ്ങ് തിക്കായി വരുന്ന സമയത്ത് ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും പാല് കൂടുതലായി പോകരുത്, കാരണം നമ്മൾ പാൻ കേക്ക് എന്ന് പറയുമ്പോൾ കുറച്ചൊരു തിക്കായിട്ടാണല്ലോ ബാറ്റർ വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് പാല് വെച്ച് കൊടുക്കുക. എന്നിട്ട് മൈദപ്പൊടി വീണ്ടും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നമ്മുടെ പാൻ കേക്ക് ഒന്നങ്ങ് ഫ്ലഫി ആയി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ആ ഒരു സൂഫ്ലെ പാൻ കേക്ക് പോലെ നല്ല ഫ്ലഫി ആയിട്ടൊന്നും വരില്ല, ബനാന ചേർക്കുന്നതായതുകൊണ്ട് തന്നെ അത് നല്ലോണം ഫ്ലഫി ആയിട്ടൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കിയുള്ള മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കപ്പിൽ 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്താണ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂൺ പാലും 1 പിഞ്ച് ബേക്കിംഗ് പൗഡറും, ഇത്രയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ആ ഒരു മൈദയുടെ അളവ്. അപ്പോൾ ഇത് നല്ലോണം വിസ്ക് വെച്ചിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ആ ഒരു ബനാനയുടെ കട്ടകളോ തരികളോ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, മധുരം പാൻ കേക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് മധുരമൊന്നും ഉണ്ടാവില്ല, ഒരു ഇത്തിരി മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു 2-3 ടീസ്പൂൺ അത്രയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണിൻ്റെ അടുത്ത് ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണിൻ്റെ അടുത്തോളം സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നുകൂടി നല്ലോണം നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുക. ഇനി സംഭവം കഴിഞ്ഞിട്ടാ, ഇനി നമുക്കിത് പാൻ കേക്കായിട്ട് ഓരോന്നും ഫ്രൈ പാനിലിട്ടിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഇനി ഇത് നമുക്ക് ഫ്രൈ പാൻ ചൂടാക്കിയതിന് ശേഷം ഒരു ഇത്തിരി ഓയിൽ ഒന്നങ്ങ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരുപാടൊന്നും വേണ്ട, ഒരു ഇത്തിരി മാത്രം. എന്നിട്ട് ഓരോ തവിയിൽ നമ്മൾ ഈ ഒരു പാൻ കേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഞാനിപ്പോൾ കുട്ടി പാൻ കേക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ അധികം നമ്മൾ പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു തവിയിൽ ഇത്തിരി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതങ്ങനെ തന്നെ അവിടെ വെക്കുക. നമ്മൾ പരത്തിയിട്ട് വലുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ആക്കിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു പാൻ കേക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഫ്രൈ പാൻ നല്ല ചൂടിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ അതുമാത്രമല്ല, ഇത് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കുകയും ചെയ്യണം. ഓൾറെഡി ഫ്രൈ പാൻ നല്ല ഹീറ്റായിട്ടാണ് വേണ്ടത്. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. എന്നിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഈ ഒരു പാൻ കേക്ക് നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3-4 ഡ്രോപ്പ് വെള്ളം, സാധാ പച്ചവെള്ളം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏത് പാൻ കേക്കിൻ്റെ മുകളിലല്ല, ആ ഒരു പാനിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്നങ്ങ് അടച്ച് വെച്ചിട്ട് ഒരു സൈഡ് ഒന്നങ്ങ് കുക്കായതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. വീണ്ടും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒന്നങ്ങ് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സൈഡ് കൂടി കുക്ക് ചെയ്ത് എടുത്താൽ നമ്മളെ പാൻ കേക്ക് റെഡി.
പിന്നെ ഈ ഒരു പാൻ കേക്ക് നമ്മൾ ബാറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലോട്ട് ഷുഗർ ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. കാരണം ഓൾറെഡി നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഇതിലേക്ക് ഹണിയോ മേപ്പിൾ സിറപ്പോ അല്ലാന്നുണ്ടെങ്കിൽ പാൻ കേക്കിൻ്റെ സിറപ്പോ ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടാണല്ലോ ഇത് കഴിക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് ഷുഗർ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആ ഒരു ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമുക്ക് ഈ ഒരു പാൻ കേക്ക് ചുട്ടെടുക്കാം. എന്നിട്ട് മുകളിൽ ഹണിയോ മേപ്പിൾ സിറപ്പോ ഒക്കെ പ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു പാൻ കേക്ക് നമ്മൾ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നമ്മൾ ചുട്ടെടുക്കാനേ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പാൻ കേക്ക് കരിഞ്ഞു പോകും. അപ്പോൾ ഇതാ ഈ ഒരു പരിവാകുന്ന സമയത്ത് ഒന്നങ്ങ് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബനാന ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ഒന്നങ്ങ് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെക്കാൻ ചെയ്യണം. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ മറ്റേ സൈഡ് കൂടി ഈ ഒരു കളറാകുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. സംഭവം ഇത് ഇംഗ്ലീഷുകാരുടെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ മലയാളികൾക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് രാവിലെ ഒന്നും ഇതൊന്നും കഴിക്കാൻ പറ്റില്ല അല്ലേ. പിന്നെ ഈവനിങ് ടീയുടെ കൂടെ ഒരു സ്നാക്ക് പോലെയൊക്കെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഭയങ്കരമായിട്ട് രാവിലത്തെ ചായക്കൊന്നും ഇതെന്തായാലും പറ്റില്ല അല്ലേ. കഴിക്കുന്നവരും ഉണ്ടാവേ. ഞാനിപ്പം ഇതാ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് ഈ ഒരു പാൻ കേക്ക്. പക്ഷേ ഇത് ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ഒന്നോ രണ്ടോ ഒക്കെ കഴിക്കാം, കൂടുതലൊന്നും കഴിക്കാൻ പറ്റില്ല, അത്രയാണ്. അപ്പോൾ ഇതാ ഒരു ബാച്ച് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ അത് സെയിം അതുപോലെ തന്നെ ആ ഒരു പാൻ ആദ്യം ഒന്നങ്ങ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഓയിൽ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ഒന്നങ്ങ് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ബാറ്റർ കൂടി ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് വെള്ളം ഡ്രോപ്പ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ റിപ്പീറ്റായിട്ട് ചുട്ടെടുത്താൽ മതി. പിന്നെ നല്ല സോഫ്റ്റും ഫ്ലഫി ആയിട്ടുള്ള സൂഫ്ലെ പാൻ കേക്കിൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ഒരു റെസിപ്പി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് കണ്ടു നോക്കിക്കോളെ. അതാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും, നല്ല ഫ്ലഫി ആയിട്ടാണ് ഉണ്ടാവുക. പിന്നെ കഴിക്കാനും സോഫ്റ്റ് ആയിരിക്കും. എഗ് യോക്കും എഗ് വൈറ്റും സെപ്പറേറ്റ് ചെയ്തിട്ട് ആ ഒരു എഗ്ഗിൻ്റെ വൈറ്റ് നല്ലോണം ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്ത് ഫ്ലഫി ആക്കി എടുത്തിട്ടാണ് നമ്മൾ ബാറ്റർ മിക്സ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പാൻ കേക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ അത് നല്ലോണം പൊങ്ങി വരികയൊക്കെ ചെയ്യുക. ഇതിപ്പോൾ ഇതാ രണ്ടാമത്തെ ബാച്ച് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡോട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ബനാന പാൻ കേക്ക് എന്ന് പറയുമ്പോൾ ബനാനയൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്തായാലും ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു സൈസിൽ 8 പാൻ കേക്കാണ് ഈ ഒരു സൈസിൽ എനിക്ക് ഈ ഒരു ബാറ്ററിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ബനാന പാൻ കേക്ക് മുഴുവനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ ക്യൂബ് ബട്ടർ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കും. പിന്നെ നമ്മളെ കയ്യിൽ ഏതൊക്കെയാണോ ഫ്രൂട്ട്സ് ഉള്ളത് അതൊക്കെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യുന്നത് കാണാം. പാൻ കേക്കിൻ്റെ മുകളിലായിട്ട് ഞാനിപ്പം ബട്ടറും പിന്നെ ബ്ലൂബെറീസാണ് കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് വീഡിയോസിലൊക്കെ. ബ്ലൂബെറി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മളെ ബ്ലാക്ക് റൈസിൻസ് ഉണ്ടല്ലോ അതും പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പകുതി ബനാന റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതും വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളെ കയ്യിൽ എന്തൊക്കെയാണോ ഫ്രൂട്ട്സ് ഉള്ളത് അതൊക്കെ നമുക്ക് ഈ ഒരു പാൻ കേക്കിൻ്റെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. കട്ട് ചെയ്തിട്ട് സ്ട്രോബെറി, കിവി, ആപ്പിൾ അങ്ങനെ. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മേപ്പിൾ സിറപ്പോ ഹണിയോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ അടുക്ക പാൻ കേക്കിൻ്റെ സിറപ്പ് ഉണ്ടായിരുന്നു, അതാണ് ചേർത്ത് കൊടുത്തത്. ആ ഒരു സിറപ്പ് അടിപൊളിയാണ് കേട്ടോ, നല്ല ഫ്ലേവറും നല്ല മധുരവും ഉണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ബാറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് പാൻ കേക്കിൽ എക്സ്ട്രാ ഷുഗർ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പം ഹണിയൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ പാൻ കേക്ക് കഴിക്കുന്ന സമയത്ത് ഒരു വേറിട്ട് നിൽക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക്. കാരണം പാൻ കേക്കിൽ ഒട്ടും മധുരം ഇല്ലാതെ മുകളിലത്തെ ആ ഒരു ഹണി മാത്രമായിട്ട് കഴിക്കുന്നവരും വലിയൊരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തരുടെ ചോയ്സ് അനുസരിച്ചിട്ട് ഷുഗറൊന്നും വലിയ ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് സ്കിപ്പ് ചെയ്താൽ മതിയെന്നേ. അപ്പോൾ ഇതാ ഇത് ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ട് കഴിക്കട്ടെ. നമ്മളിത് ചൂടോടുകൂടെ കഴിക്കുന്ന സമയത്തായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ ഒരു പാനിൽ നിന്നും ചുട്ട് എടുത്ത ഉടനെ തന്നെ നമ്മളതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ബട്ടർ മെൽട്ടായിട്ട് വരും പാൻ കേക്കിൽ. അപ്പോൾ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണേ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിതൊന്നും ബ്രേക്ക്ഫാസ്റ്റിനൊന്നും സെറ്റാവില്ലെന്നേ. അതുകൊണ്ട് തന്നെ ഈവനിങ് സ്നാക്കായിട്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരം ഒരു കട്ടൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് ഒരു ദിവസമൊക്കെ കഴിക്കാൻ. അപ്പോൾ പിന്നെ ഈ ഒരു പാൻ കേക്കിൻ്റെ സിറപ്പ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതലായിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ അടിപൊളിയല്ലേ. ഇനിയിപ്പോൾ കുറേ കാലമായിട്ട് പാൻ കേക്കൊക്കെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളെ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു ബനാനയുടെ ഫ്ലേവർ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു പാൻ കേക്ക് കഴിക്കുന്ന സമയത്ത്.
ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഏതെങ്കിലും പാൻ കേക്ക് ലവേഴ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മറക്കരുത്. ഇതുപോലുള്ള ഈസി റെസിപ്പീസിന് നമ്മൾ അച്ചസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.